ഇതാണ് മെയിൻ സ്വിച്ച് വരുന്നത്, ഓണാക്കാം. ഇതാണ് നമ്മുടെ വാക്വം മീറ്റർ വരുന്നത്. നമ്മളുടെ ചേമ്പർ എത്രമാത്രം വാക്വമായെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ 0.1 എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതിനനുസരിച്ചുള്ള ടൈം സെറ്റ് ചെയ്യാനായിട്ട് സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക, വാക്വം, അതിനകത്ത് എത്ര ടൈം വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ പ്രോഡക്റ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ സീലിംഗ് എത്ര സമയം വേണം, കവറിൻ്റെ തിക്നെസ് അനുസരിച്ച് അത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ കൂളിംഗ്, ഈ സീലായ ശേഷം അത് കൂളായാലാണ് സീലിംഗ് പ്രോപ്പർ ആവുള്ളൂ. അതും നമുക്കിതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയും നമ്മളുടെ കവറിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതാണ് നമ്മളുടെ മെഷീൻ റെഡി ടു വർക്കാണ്. ഇത് എമർജൻസി സ്റ്റോപ്പാണ്. ഏതെങ്കിലും പ്രോസസ്സിനിടയിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് കാണാം. നമുക്ക് കാഷ്യൂസ് 2 സ്റ്റാൻഡപ്പ് പൗച്ചിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. വാക്വം പാക്കിംഗ് കപ്പാസിറ്റി ഉള്ള പൗച്ചുകളാണിത്. രണ്ട് കാഷ്യൂസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതും പ്രോപ്പറായിട്ട് വാക്വമായി കിട്ടിയിട്ടുണ്ട്. ഇത് സ്റ്റാൻഡപ്പ് പൗച്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ലിഡ് ക്ലോസ് ചെയ്യുക. ഡേറ്റ്സ് പ്രോപ്പറായിട്ട് വാക്കുമായിട്ടുണ്ട്. പ്രോപ്പർ സീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് പരിപ്പുവടയാണ് നമ്മൾ എടുക്കുന്നത്. പരിപ്പുവട നമുക്കിവിടെ പ്ലേസ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. പരിപ്പുവട നമുക്ക് പ്രോപ്പറായിട്ട് വാക്കുമായി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് പഴംപൊരിയാണ്. എക്സ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പഴംപൊരി മറ്റ് സ്നാക്സൊക്കെ വാക്വം പാക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ പ്ലേസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. പഴംപൊരി പ്രോപ്പറായിട്ട് നമുക്ക് വാക്വം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഡ്രൈ ഫിഷാണ്. ഡ്രൈ ഫിഷിന് നമുക്കിതുപോലെ പ്ലേസ് ചെയ്ത് ലിഡ് ക്ലോസ് ചെയ്യാം. പ്രോപ്പറായിട്ട് ഡ്രൈ ഫിഷ് നമുക്ക് വാക്വമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ചിക്കനാണ്. നമ്മളൊരു 1 kg സൈസ് വരുന്ന ഒരു ബാഗിൽ ഒരു ചിക്കൻ്റെ ലെഗ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കാം, ക്ലോസ് ചെയ്യാം. പ്രോപ്പറായിട്ട് നമുക്ക് ചിക്കൻ വാക്വമായിട്ടുണ്ട്. പ്രോപ്പർ സീലിംഗ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പ്രോഡക്ട്സും നിങ്ങൾക്ക് വാക്വം പാക്ക് ചെയ്ത് അതിൻ്റെ ഷെൽ ലൈഫ് ഇൻക്രീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാക്കിംഗ് മെഷീൻസ്, ഫില്ലിംഗ് മെഷീൻസ്, കോഡിംഗ് മെഷീൻസ് ഇവയെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.